സ്വജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സഹായമായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായി ചില യുഗപുരുഷന്മാർ പിറവിയെടുക്കാറുണ്ട്. അവർ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചലനങ്ങൾ സൃഷ്ടിക്കുകയും പിന്നീട് മൺമറഞ്ഞു പോയവരുമാണ്. അതെ, അമേരിക്കയിലെ വർണ്ണവിവേചനത്തിനും അടിമത്ത മോചനത്തിനും വേണ്ടി ശബ്ദിച്ച ഒരു വ്യക്തിത്വമുണ്ടായിരുന്നു മുഹമ്മദ് അലി. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് അലിയെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മേറ്റ്സ് വെൽ, വെൽക്കം ബാക്ക് ടു ദി അനദർ വീഡിയോ. മുഹമ്മദ് അലിയെ കുറിച്ച് അറിയാത്തവരായി അധികമാരും ഉണ്ടാവുകയില്ല. ഒരു അമേരിക്കൻ ബോക്സിംഗ് താരമായിരുന്നു മുഹമ്മദ് അലി. 3 തവണ അമേരിക്കൻ ഹെവി വെയ്റ്റ് ചാമ്പ്യനായും ഒളിമ്പിക് ചാമ്പ്യനായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1942 ജനുവരി 17 അമേരിക്കയിലെ കെന്റു സ്റ്റേറ്റിലെ ലൂയിസ് വില്ലയിലാണ് മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേ ജനിച്ചത്. ആദ്യം അദ്ദേഹത്തിന്റെ പേര് കാഷ്യസ് ക്ലേ എന്നായിരുന്നു. എന്നാൽ പിന്നീട് 1964 അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. പിന്നീട് മുഹമ്മദ് അലി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ 1954 തന്റെ 12-ാം വയസ്സിലാണ് അദ്ദേഹം ബോക്സിംഗ് ആരംഭിക്കുന്നത്. പിന്നീട് 1960 18-ാം വയസ്സിൽ ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് താരമായി അദ്ദേഹം മാറി. തന്റെ 22-ാമത്തെ വയസ്സിൽ ലോക ചാമ്പ്യനായ ലൂയിയെ തോൽപ്പിച്ച് അദ്ദേഹം ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായി മാറിയിട്ടുണ്ട്. പങ്കെടുത്ത 61 മത്സരങ്ങളിൽ 56 മത്സരങ്ങളിലും അദ്ദേഹം വിജയം കൈവരിച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ 1967 അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിന് സൈനിക സേവനം നടത്താൻ ഗവൺമെന്റ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് അദ്ദേഹം മുതിർന്നില്ല. അങ്ങനെ ജയിലിൽ അടക്കപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ബോക്സിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഉന്നത കോടതി അദ്ദേഹത്തിന്റെ വിലക്ക് റദ്ദാക്കുകയും തുടർന്ന് അദ്ദേഹം മത്സര രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു. അതിനുശേഷം ധാരാളം മത്സരങ്ങളിൽ അദ്ദേഹം വിജയം കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ 1981 അദ്ദേഹം കളിക്കടത്തോട് വിട പറഞ്ഞു. അങ്ങനെ തന്റെ കരിയർ അവസാനിപ്പിച്ചു. അതിനുശേഷം 1984 പാർക്കിൻസൺ രോഗം സ്ഥിരീകരിച്ചു. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ദീപശിഖ തെളിയിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയുമുണ്ടായി. 2005 US സിവിലിയൻ പുരസ്കാരമായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുമുണ്ടായി. അങ്ങനെ 2016 ജനുവരി 4 ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മുഹമ്മദ് അലി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അമേരിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ എന്നും ശബ്ദിച്ച ഒരാളാണ് മുഹമ്മദ് അലി. കറുത്ത വർഗക്കാരുടെ ആവശ്യങ്ങൾക്കായി എന്നും അലി അവർക്ക് മുന്നിലുണ്ടായിരുന്നു. അത് അലിയുടെ വാക്കുകളിലൂടെ പ്രകടമാണ്. വളരെ ആർജവമുള്ള വാക്കുകളാണ് അലി പറഞ്ഞിരുന്നത്. അലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇടിക്കൂട്ടിൽ ഞാൻ ഒരാളെയാണ് നേരിടുന്നത്. പക്ഷേ എന്റെ പോരാട്ടം നിരവധി പേരോടാണ്. അവർക്കെന്നെ തോൽപ്പിക്കാനാവില്ല. കാരണം എന്റെ ലക്ഷ്യം 3 കോടി കറുത്ത വർഗക്കാരുടെ മോചനമാണ്. അലിയുടെ ഈ വാക്കുകളിലൂടെ കറുത്ത വർഗക്കാരുടെ ആവശ്യങ്ങൾ പ്രകടമാണ്. അതെ, അലിയുടെ മറ്റൊരു വാക്യം ഇങ്ങനെയാണ്: കാഷ്യസ് ക്ലേ എന്നത് അടിമപ്പേരാണ്. ഞാനത് തിരഞ്ഞെടുത്തതല്ല. എനിക്കത് വേണ്ട. ഞാൻ മുഹമ്മദ് അലി. എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. അതെ, അലി കറുത്ത വർഗക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വർണ്ണവിവേചനത്തിനു വേണ്ടിയും പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ നടമാടിക്കൊണ്ടിരിക്കുന്നത് മതപരമായ വർഗീയതയാണ്. ഇത്തരം മതവർഗീയക്കെതിരെ ശബ്ദിക്കാവുന്ന യുഗപുരുഷന്മാർ ഇനിയും പിറവിയെടുക്കേണ്ടതുണ്ട്. അത്തരം യുഗപുരുഷന്മാർക്കായി നമുക്കും കാത്തിരിക്കാം.